ബൈബിൾ തുറക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 1 Corinthians chapter 2 verse 10 to 12. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതിന്റെ കൂടെ 15-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ആത്മീകമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ഒന്നുകൂടെ, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇത് ധന്യനായ പൗലോസ്ലീഹ കൊരിന്തിലെ വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അടർത്തിയെടുത്ത 3 വാക്യങ്ങളാണ് അല്പനേരം ധ്യാനിക്കാൻ പോകുന്നത്. കൊരിന്തിലെ സഭ എന്താണെന്നൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല, എന്നാലും ചില ആശയങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങളോട് പറയേണ്ടതുണ്ട്. ബൈബിൾ പഠിക്കുമ്പോൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാ കൊരിന്തിലെ സഭ. കൊരിന്തിലെ സഭയെ നോക്കി പഠിക്കാൻ പലതുമുണ്ട്. നമുക്ക് കൃപാവരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്തോത്രം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കൃപാവരം അന്യഭാഷ വരെയാണ്. അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല. അതിനപ്പുറത്തോട്ട് പോകണമെന്ന് വലിയ താല്പര്യവും ഇല്ല. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ തികഞ്ഞു, ഇനിയും കർത്താവ് ഇനി വന്നാ മതി എന്നുള്ള രീതിയിലായിരിക്കുന്നു. അങ്ങനല്ല. ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥ എന്തുവാ? ഇനിയും വേണം, ഇനിയും വേണം, എനിക്ക് ഇനിയും പ്രാപിക്കണം. ഓരോ പ്രാർത്ഥനയിലും ദൈവമക്കളുടെ അകത്ത് കൊതിയുണ്ടാകണം, ആഗ്രഹം ഉണ്ടാകണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ആത്മീകമായത് ആഗ്രഹിക്കണമെന്ന് പറ. സ്തോത്രം. പരിശുദ്ധാത്മാവ്, രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ഉണ്ട്. പക്ഷെ ചിലരുടെ അകത്ത് നിറവില്ല. കാത്തിരുന്ന നിറവ് പ്രാപിക്കണം. സ്തോത്രം. പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കുമ്പോഴാണ് അടുത്ത കൃപകളും വരങ്ങളും ദൈവം നമുക്ക് തരുന്നത്. വേദപുസ്തകത്തിൽ വ്യക്തമായി 9 വരങ്ങളും പിന്നെ ഇച്ചുരുടെ പഠിച്ചാൽ 13 വരങ്ങളും വെളിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഇനി ഇച്ചുരുടെ ആഴമായി പഠിച്ചാൽ ധാരാളം വരങ്ങളുണ്ട്. അപ്പം അന്യഭാഷ കൊണ്ട് മാത്രം ഒതുങ്ങുമല്ല കൊരിന്തിലെ സഭയുടെ പ്രത്യേകത. അത് അന്യഭാഷയിൽ ഒതുങ്ങിയ സഭയല്ല, ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ. ആ സഭയോട് പൗലോസ് ലേഖനം എഴുതുവാണ്: നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാലേ ഞാൻ ഈ പറയുന്ന സന്ദേശം നിങ്ങളെ ഉള്ളിലോട്ട് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടത്തുള്ളൂ. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ടു മുമ്പ്, ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് യേശു പറഞ്ഞ കാര്യമാണ്: എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. കാരണം എന്താ? യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം പഠിപ്പിച്ചു: ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ ഭൂമിയിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രയോജനമായിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഞാനൊരു സാരി നിങ്ങളോട് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ പണ്ടൊക്കെ രക്ഷിക്കപ്പെട്ട ആൾക്കാർ തമ്മി കാണുമ്പം ചോദിക്കുന്നൊരു ചോദ്യമായിരുന്നു: സോദരം, അച്ഛാ ഇപ്പം ഏത് കാറയിലാണ് വന്നെന്നാ ഇപ്പം ചോദിക്കുന്നത്. പണ്ട് ചോദിക്കുന്നത് എന്നാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിഷയം. പൗലോസ് എഫെസോസിലെ സഭയെ ചെന്നിട്ട് ചോദിക്കുക, സഭ ഹോള് പെയിന്റ് അടിച്ചോന്നല്ല ചോദിച്ചേ. ഈ സഭയിൽ ആ ബെൻസ് പാർക്ക് ചെയ്ത് ആരാന്നല്ല ചോദിച്ചേ. പൗലോസ് ചോദിക്കാം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഞാൻ പറയാം,
അമ്മി സ്തോത്രം. രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ നാണം കേടാ നീ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ. സ്തോത്രം. എന്തു വില കൊടുത്തും നീ അഭിഷേകം പ്രാപിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറ. അഭിഷേകം പ്രാപിച്ചാലേ ഈ പരിശുദ്ധാത്മാവ് നിനക്ക് തന്നത് എന്തിനാന്ന് നിനക്ക് വെളിപ്പെടുത്തുള്ളൂ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്. നമുക്ക് ഇച്ചിരി ചലനം ഉണ്ടാക്കുന്ന മെസ്സേജാ. ഹല്ലേലൂയ. നമുക്ക് അവിടോട്ടൊക്കെ ഒന്ന് വരാൻ പോവാ. ഞാൻ ദൈവദാസന്മാരോട് പറയാം, കുത്തിയിരുന്ന ഒരു കുഞ്ഞു വെളിപ്പാട് നീ പ്രാപിച്ചാൽ നിന്നെ ജനം എടുത്തോണ്ട് നടക്കും. ഇപ്പൊ നീ ആൾക്കാരെ എടുക്കാൻ പോകണ്ട, ഒരു വെളിപ്പാട് കുത്തിയിരുന്ന് പ്രാപിച്ചാൽ നമ്മളെ ജനം എന്തോ ചെയ്യും? അമേരിക്ക പോണോ അമേരിക്ക, ലണ്ടനിൽ പോണോ ലണ്ടനിൽ, നീ ഒന്നും പോകണ്ട, നിന്ന് തന്നാ മതി. പക്ഷെ വെളിപ്പാട് വേണം. സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വെളിപ്പാട് വേണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് വരാം. ഇവിടെ പൗലോസ് മറ്റൊരർത്ഥത്തിലാ വെളിപ്പെടുത്തുന്നത്, എങ്കിലും നമുക്കൊന്ന് മനസ്സിലാകാനായിട്ട് പറയുക. കർത്താവിന്റെ സ്തോത്രം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തു വെള്ളത്തിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കയറി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. 400 വർഷം ദൈവശബ്ദമില്ലാത്ത കാലമാണ്, ഇരുളടഞ്ഞ കാലഘട്ടമെന്നാ വേദപഠിതാക്കൾ വിളിച്ചേക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയാം, ദൈവശബ്ദം ഇല്ലാത്തവന്റെ ജീവിതം ഇരുട്ടാ, ദൈവശബ്ദമുള്ളവന്റെ ജീവിതം വെളിച്ചമാ. ചോദ്യം, നീ കോടീശ്വരനാണെന്നല്ല, നീ ദൈവശബ്ദം കേൾക്കുന്നവനാണോ? സകലത്തെ ഉണ്ടാക്കിയ ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടോ? സ്തോത്രം. ഒരിക്കൽ ഒരു വലിയ മിഷണറി സുവിശേഷം പ്രസംഗിക്കാൻ പോയപ്പോ മിഷണറി ഒരാൾക്ക് കളിയാക്കി വെച്ച് ചോദിച്ചു, നിന്റെ യേശു മരിച്ചുപോയി അറിഞ്ഞോന്ന് ചോദിച്ചു. അയ്യോ, പുള്ളി ചോദിച്ചു, എപ്പോഴാ മരിച്ചേ? 2000 കൊല്ലം മുമ്പേ മരിച്ചെന്നാ പറയും. അയ്യോ, ഞാൻ 5 മിനിറ്റ് മുമ്പേ വർത്താനം പറഞ്ഞായിരുന്നല്ലോ. വേണ്ടുന്നില്ല. അന്നേരം അവൻ പറഞ്ഞു, അല്ല, നിന്റെ യേശു മരിച്ചപ്പോൾ നീ പഠിച്ച യേശു മരിച്ചു, ഞാൻ മരിച്ച യേശു മരണത്തെ ജയിച്ച് ഇന്ന് എന്നോട് സംസാരിച്ചവനാ. ഓ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി തരാനാ. എന്തോ തരാനാ? 400 വർഷം ദൈവശബ്ദമില്ല. യോഹന്നാന്റെ കൈക്കീഴിൽ യോഹന്നാൻ പ്രസംഗിക്കുന്ന യേശുവിനെ കുറിച്ചാ. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച് യോർദാനിൽ സ്നാനം നടത്തുക, മാനസാന്തര സ്നാനം. അന്നേരം വേണ്ടേ, അതിന്റെ നടുവിലൂടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുന്നു. ഓ ജീസസ്. യോഹന്നാന്റെ അകത്തെ ആത്മാവ് പറഞ്ഞു, നീ പ്രസംഗിച്ചവനാ വരുന്നേ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, എന്നെ സ്നാനപ്പെടുത്ത്. അന്നേരം പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞു, പറ്റുകയല്ല. പറഞ്ഞു, യേശു ഇപ്പോൾ സമ്മതിക്ക്, ഇങ്ങനെ സകല രീതി നിവർത്തിയാകും. സ്നാനമേറ്റ് കയറിയപ്പോൾ സ്വർഗം തുറന്നു. ആത്മാവ് പ്രാവ് പോലെ പുത്രന്റെ മേൽ ഇറങ്ങി. അടുത്ത പദം കേട്ടോണം. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് പോകാൻ നിർബന്ധിച്ചു. ഈ ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ സിസ്റ്റമൊക്കെ പൊട്ടും. നിന്നെ പിന്നെ ആത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. ആത്മാവ് ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു വെളിപ്പാട് പറയാം. തോറ്റ നിന്നെ ഈ ദിവസങ്ങൾ ആത്മാവ് നടത്തും. പരാജയപ്പെട്ട നിന്നെ പരിശുദ്ധാത്മാവ് നടത്തും. നിന്റെ രക്തബന്ധങ്ങൾ നിന്നെ ദൈവം നടത്തുന്നത് കണ്ട് അത്ഭുതപ്പെടണം. ഓ, ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് നടത്തിപ്പുണ്ടാകട്ടെ, നിയോഗങ്ങൾ ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവ് നടത്തട്ടെ. ഓ ഹല്ലേലൂയ. ഈ ശ്രദ്ധിക്കണം, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോന്ന് ചോദിച്ചേ. ചിരിച്ചോ ഉണ്ടോന്ന് ചോദിച്ചേ. അതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? സ്തോത്രം. നിങ്ങളുടെ മേലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്നിവിടെ യോഗത്തിൽ വരാൻ കാരണം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നോണ്ടാ. പക്ഷെ നിങ്ങളോട് പറയാം, അത് പോരാ, നിങ്ങൾ നിറവ് പ്രാപിക്കണം. നിറവ് വെളിപ്പെടുത്തുമ്പോൾ നീ ദൈവിക കാര്യങ്ങൾ ആരായാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. കണ്ടിട്ടുണ്ടോ, ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ലൈഫിൽ ഈ വചനം കേൾക്കുന്ന അത്ര സന്തോഷം ഭൂമി വേറെ ഒന്നുമില്ല. അപ്പൊ ചെല്ലൊക്കെ നമ്മൾ കളിയാക്കി, എവിടെ പോവാ? ഓ, യോഗത്തിന് പോവാ. ഓ, നിങ്ങളുടെ ഒരു യോഗം. നമുക്കാന്നേ ഇന്ന് വൈകിട്ടൂടെ ഒന്ന് വെച്ചാലും നമ്മൾ വരും. നാളെ രാവിലെ മടിയന്മാരുടെ കാര്യം അല്ല പറഞ്ഞു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവന് അടുത്ത ലെവലിലോട്ട് പോകണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് എന്നോട് ദൈവം പറയുക, ചില ബൗണ്ടറിയൊക്കെ പൊട്ടും. എന്നിട്ട് നിന്നെ പരിശുദ്ധാത്മാവ് അടുത്ത ലെവലിലോട്ട്.
ഞാൻ പ്രാപിക്കുന്ന കാര്യമല്ല, നിങ്ങൾ പ്രാപിക്കുന്ന കാര്യമാണ്. ഓ ഓക്കെ, ഈ നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഇരിക്കുമ്പം സത്യത്തിൽ നമ്മുടെ ഈ ബുദ്ധിയുടെ കണ്ണിനേക്കാൾ വലിയ പ്രകാശമാണ് ഹൃദയത്തിൻ്റെ കണ്ണുകൾക്ക്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രാർത്ഥന സങ്കീർത്തനത്തിലുണ്ട്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണേ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്തുവാ? ബൈബിൾ എല്ലാവരും വായിക്കുന്നുണ്ട്, പക്ഷേ ചിലർക്കത് കഥയാ, ചിലർക്കത് ഒരു ചരിത്ര സംഭവമാണ്, ചിലരുടെ അകത്ത് ഈ വചനം ചലനമുണ്ടാക്കും. ഇത് വായിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ മാറും. എത്ര പേരെ അതിന് ആമീൻ പറയാൻ പറ്റുമോ? ഞാൻ ഒരിക്കൽ ശുശ്രൂഷയിൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചെന്നപ്പം ഒരു ആളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണത്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, സ്തോത്രം, നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? പുള്ളി പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടതിന് വലിയ കഥയാ. ഞാൻ പറഞ്ഞു, ഒന്ന് പറയാമോ? സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ സ്തോത്രം, ഞാൻ ഒരു രാജ്യത്ത് ചെന്നപ്പം സ്തോത്രം എൻ്റെ പേഴ്സും മൊബൈലും എല്ലാം കാണാതെ പോയി. സ്തോത്രം. എവിടെ പോയെന്ന് അറിയത്തില്ല. പോലീസ് പരാതി കൊടുത്തു, പാസ്പോർട്ടും കാണുന്നില്ല. എയർപോർട്ടിൽ വെച്ചാൽ നഷ്ടമായേ. എവിടെയൊക്കെ നോക്കിയിട്ടും കിട്ടുന്നില്ല. അവസാനം കംപ്ലൈൻറ്റ് പറയാൻ പോയ അയാള് ഒരു മലയാളിയാ. സ്തോത്രം. അപ്പം അയാൾ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യേ, ഞാൻ ഇച്ചിരി പൈസ തരാം, നിങ്ങൾ ഇവിടെ ഹോട്ടലിൽ താമസിക്കുക. ഇദ്ദേഹം ഒരു കോടീശ്വരനാ. പക്ഷെ അന്നേരം പൈസ വരുത്താനുള്ള ATM കാർഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, അല്ല നീ ഹോട്ടലിൽ താമസിക്കണ്ട, എൻ്റെ വീട് അടുത്താ, നീ എൻ്റെ കൂടെ വീട്ടിൽ വാ. സ്തോത്രം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വൈഫെല്ലാം നാട്ടിൽ പോയേക്കാം. പുള്ളി മാത്രമല്ല, വീട്ടിൽ ചെന്നപ്പോൾ ഈ പുള്ളിക്ക് ഒരു കോള് വന്നു. അതായത് ഈ എയർപോർട്ടിലേക്ക് തിരിച്ചു വരണോ. അയാൾ എയർപോർട്ടിലേക്ക് തിരിച്ചു വരാൻ പുള്ളി ചെന്നാൽ വീട്ടിൽ ഇരുന്നു, ഫ്രിഡ്ജിനകത്ത് ജ്യൂസ് ഇരിപ്പുണ്ട്, അവിടെയൊക്കെ അങ്ങനെ എടുത്തു കൊടുക്കണ്ട, എടുത്ത് കഴിച്ചോളൂ. ഈ വെളിയിലകത്തൊക്കെ പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി ഒരു സെറ്റിയാലിരിക്കുക. പുള്ളി പറയാം, മുമ്പിൽ ഒരു വലിയ ബോർഡിൽ 91 സങ്കീർത്തനം എഴുതി വെച്ചേക്കുക. പുള്ളി പറയാം, പുള്ളി ഇങ്ങനെ ആ സോഫയിലിരുന്ന് ആദ്യം ജ്യൂസ് കുടിച്ചു, ഒന്ന് വായിച്ചു, പിന്നെ ഇച്ചിരി ജ്യൂസ് കുടിച്ചു, ഒന്നുകൂടെ വായിച്ചു. പുള്ളി പറയാ, വായിക്കും തോറും ഇതിങ്ങ് തെളിഞ്ഞു വരിക. പുള്ളി എന്നോട് പറഞ്ഞു, 3.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു 500 പ്രാവശ്യം വായിച്ചു. ലോർഡ് ഹല്ലേലൂയ. ദൈവത്തിന് സ്വന്തം 500 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളി കോള് വിളിച്ചു, നിങ്ങളുടെ എല്ലാ സാധനവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നറിയാം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം എല്ലാം കൂടെ എടുത്തൊരു ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ടേബിളിന്റെ മണ്ടയിൽ വെച്ചു. അതിന്റെ മണ്ടയ്ക്ക് ഈ ലഗേജ് ചെക്ക് ചെയ്യുന്ന ബോക്സ് ഇവർ നോക്കാതെ എടുത്തു വെച്ചു. ഈ ബോക്സ് മാറ്റി പെയ്താൽ ഇത്രയും നേരം കൊണ്ട് സങ്കീർത്തനം എത്ര വട്ടം വായിച്ചു? 100-300 പ്രാവശ്യം വായിച്ചു. പുള്ളി പറഞ്ഞു, അവിടെ ഇരുന്നാരാം നീ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെടേ. അപ്പൊ ഞാനൊരു കാര്യം, വചനമാർത്തിയോടെ വായിക്കുന്നവരുണ്ട്. നിന്റെ ന്യായപ്രമാണത്തിലെ നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഈ വചനം അത്ഭുതമാ. എത്ര പേർ ഇത് ചിലർക്കിത് കഥയാ, ചിലർക്കിത് ചരിത്രമാ, ചിലർക്കിത് വേദപുസ്തകമാ, ചിലർക്ക് ഇത് ജീവിതമാ. മനസ്സിലായവര് കർത്താവിനോട് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ഇനി പൗലോസ്ലീഹയുടെ ഒരു പ്രയോഗം ഞാൻ നിങ്ങളോട് പറയാം. ഇതല്ലേ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന പ്രയോഗങ്ങളാണ്. പൗലോസിന്റെ പ്രയോഗം കൊണ്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി. ഇപ്പോൾ ഒരാളൂടെ വന്നു, ഈ ചർച്ചിൽ വന്നപ്പോൾ നോക്കി, നല്ല ഫാനുണ്ട്, ലൈറ്റുണ്ട്, AC ഉണ്ട്, നല്ല സ്റ്റേജ് ഉണ്ട്, LED വാളുണ്ട്, ഇതേ ഇവന് കാണാൻ പറ്റും. എന്നാൽ ചിലർ ഒന്നിച്ച് പറയും, എന്നാ ദൈവസാന്നിധ്യ. ഹല്ലേലൂയ. ചിലരുടെ ഹൃദയ കണ്ണ് ഒരാമയും വരുന്നില്ല. നീ ഒരു ജഡികനെ പോലല്ല, നീ ഒരു പ്രാകൃതനെ പോലല്ല, നീ ഒരു ആത്മീകനാണ്. ആത്മീകൻ സകലത്തെ വിവേചിക്കുന്നു, അവനെ ആരും വിവേചിക്കുന്നില്ല. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്തൊരു ദൂത് പറയാം. ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരും. എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഇന്ന് ചില കൃപാവരത്തിന്റെ പകർച്ച നടക്കാൻ പോവാ. ഇന്നലകളിൽ പ്രാർത്ഥിക്കാൻ ചിലരടുക്കൽ നീ ചെന്നെങ്കിൽ ഇന്നുകളിൽ നിനക്കത് വെളിപ്പെടുത്താൻ പോവാ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിന്റെ വീടിന്റെ രഹസ്യം, നിന്റെ സന്തതിയുടെ
യെസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആത്മാവിനോട് ദൂത് പറയാം, ദൈവത്തിന് ചിലതൊക്കെ വെളിപ്പെടുത്താൻ ചിലരെ വേണം. യെസ്. ഈ പണ്ടൊരു സഞ്ചാര സുവിശേഷൻ രാവിലെ പണ്ടത്തെ കാലത്താണ് സുവിശേഷത്തിന്റെ ലഘുലേഖയൊക്കെ കോന്നി കൂടെ കൊടുത്തിങ്ങനെ പോയപ്പം ഒരു വലിയ കോടീശനായ മനുഷ്യൻ സിറ്റ് ഔട്ടിൽ ഇരുന്ന് കാലിന്മേ കാലൊക്കെ വെച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അയാള് കൈകൊട്ടി വിളിച്ച് ഉപദേശി വരാൻ പറഞ്ഞു. എന്നിട്ട് ഉപദേശകർ ചോദിച്ചു, തെണ്ടാൻ ഇറങ്ങിയിട്ട് എന്നാ കിട്ടിയെന്ന് ചോദിച്ചു. ഉപദേശി അങ്ങ് ലജ്ജിച്ച് തല താഴ്ത്തി വഴിയോ പോയവനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെച്ച് ഉപദേശി കണ്ണടച്ചു കണ്ണു തുറന്നു പറഞ്ഞു, നിന്റെ ചാണകക്കൂട്ടിലിരിക്കുന്ന ആനക്കൊമ്പ് വെളിപ്പെടുത്താൻ എന്റെ ദൈവം ശക്തനാന്ന് പറഞ്ഞു. അന്നേരം കാലുമേ കാല് വെച്ചാൻ അച്ഛൻ താഴെ എടുത്ത് വെച്ച്, ചിന്നമ്മേ ചായ എടുക്കടി, പാർസ കയറി വന്നാട്ടെ. അവൻ ഈ പാർസക്ക് ചെക്കെഴുതുന്നു, കാപ്പി കൊടുക്കുന്നു. എന്നാ കാര്യം? അവന്റെ ചാണകക്കൂട്ടിൽ ആനക്കൊമ്പ് ഇരിപ്പുണ്ട്. കണ്ടോ, ആ ദൈവ മനുഷ്യന്റെ അകത്തെ വെളിപ്പാടാ. നിനക്ക് വല്ലതും പിടികിട്ടിയോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ചതിലുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ കൈയടിച്ചു ഇരുട്ടി കൈയടിച്ചു പോകരുത്. ഇന്ന് നീ കൃപാവരം പ്രാപിക്കണം. നിന്റെ അകത്ത് ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, ഹമീ സ്തോത്രം, കൃപാവരം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ഓ, ചിലതൊക്കെ ഇവിടെ വെളിപ്പെടുത്തി തരാൻ പോവാ. എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. എന്തിന് കൃപാവരം പ്രാപിക്കാൻ എന്തോ ചെയ്യണം? 21 ഉപവസിക്കണ്ട, മറിച്ച് ദൈവത്തിന് സ്തോത്രം, കൃപാവരം പ്രാപിക്കണം. ഇന്നും നിന്റെ ആത്മീക കണ്ണ് തുറക്കണം, നിന്റെ അന്ധത പൊട്ടണം. നീ ജയിക്കത്തില്ലെന്ന് പിശാച് പറയുമ്പോ നിന്റെ കണ്ണ് തുറന്ന നീ പറയണം, ഞാൻ ജയിച്ചിരിക്കും. ഓ, യേശുവിന്റെ നാമത്തില് സാധാരണമല്ലാത്തത് എന്തോ സംഭവിക്കാൻ പോവാ. മുമ്പ് ഒരിക്കലും യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് പ്രവാചകർ എഴുന്നേക്കട്ടെ. ഇതിനകത്ത് വെളിപ്പാടുള്ളവൻ. ഓ, അല്പനേരം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിക്ക്. ഓ, നിന്റെ അകത്ത് ആത്മാവ് ചിലത് വെളിപ്പെടുത്താൻ പോവാ. എത്ര പേർ കർത്താവേ, ആത്മാവ് ചിലത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ നിങ്ങൾ കൊരിന്തിലെ സഭയോട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ആത്മാവ് ആഴങ്ങളെ ആരായുന്നു. കർത്താവിന് സ്തോത്രം. അത് പൗലോസ്ലീഹ പറഞ്ഞതിനോട് വിഷയത്തോട് ബന്ധപ്പെട്ട് ഞാൻ വരും. കർത്താവിന് സ്തോത്രം. എന്നാൽ ഈ ബൈബിള് പഠിപ്പിക്കുമ്പോൾ ആമോസിന്റെ പ്രവചനത്തിൽ നിന്നൊരു വാക്യം നമുക്കൊന്ന് വായിക്കണം. കർത്താവിന് സ്തോത്രം. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഈ ആമോസ് പ്രവാചകൻ പ്രവചിക്കുക, ദൈവം പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. യഥാർത്ഥമായിട്ട് പറയാം, നിന്റെ മേൽ ഈ ആത്മാവുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ എന്തു നടന്നാലും നിനക്കത് ദൈവം വെളിപ്പെടുത്തും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ ഓരോ രാവിലെ എഴുന്നേൽക്കുന്നത് സ്വപ്നങ്ങൾ കണ്ടോണ്ട് വേണം. ദുസ്വപ്നമല്ല, പിന്നെന്തുവാ സ്വപ്നങ്ങൾ. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ടെ. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം. ദൈവത്തിന് സ്തോത്രം. ചിലരോട് ആത്മാവിൽ വെളിപ്പെടുത്തി തരാം. ഈ ദിവസങ്ങളിൽ നിന്നെ അറിയിക്കാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ആ ലെവലിലേക്ക് നിന്റെ പ്രയർ ഉയരണം. ആഗ്രഹമുണ്ടോ? നിന്റെ വീട്ടിലൊരു കാര്യം നടക്കുന്നതിന് മുമ്പേ നീ അറിയണം. നിന്റെ സഭയിൽ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പേ നീ അറിയണം. നിന്റെ ദേശത്തൊരു അനർത്ഥം നടക്കുന്നതിന് മുമ്പേ നീ അറിയണം. ദൈവം ഇന്നും വെളിപ്പെടുത്തുന്ന ദൈവമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവെ ചിലതൊക്കെ വെളിപ്പെട്ട് കിട്ടണം. നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വെളിപ്പാടിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളിൽ പലരും കരുതി വച്ചിരിക്കുന്നതും തിരിച്ചറിഞ്ഞതുമായ പ്രോബ്ലം അല്ല നമ്മുടെ പ്രോബ്ലം. യേശു ഒരിക്കൽ പള്ളിയിൽ ചെന്നു. ശ്രദ്ധിച്ചിരിക്കണം. അവിടെ കൂനിയായൊരു സ്ത്രീ, എത്ര വർഷം കൂനിയ?
പറയോ? 18 വർഷം കൂനിയ. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, ഉറപ്പായിട്ട് ഇവൾ ആശുപത്രിയിൽ പോയിട്ടുണ്ട്, ഇല്ലയോ? ഈ കൂന് മാറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആശുപത്രി. ഉറപ്പായിട്ട് ഇവള് സ്കാൻ ചെയ്തിട്ടുണ്ട്, ഇല്ലയോ? ഉറപ്പായിട്ട് ഇവള് ആയുർവേദം ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് ഇവള്, എല്ലാരും ഒന്നേ പറഞ്ഞുള്ളൂ, ഈ കൂന് മാറുകയില്ല. ഒരു ദിവസം പള്ളി വെച്ച് യേശു ഇവളെ കണ്ടു. യേശു പറയുക, നിങ്ങൾ കണ്ട കൂനല്ല ഇത്, ഇവളെ രോഗാത്മാവ് 18 വർഷമായി ബന്ധിച്ചിട്ടിരിക്കുക. ഞാൻ ഈ വെളിപ്പാടിന്റെ കാര്യം പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ കടത്തിന്റെ പിറകിലും നിന്റെ കുടുംബത്തിന്റെ ഗതികേടിന്റെ പിറകിലും നിന്റെ തകർച്ചയുടെ പിമ്പിലും നിനക്ക് അറിവില്ലാത്ത കാര്യമുണ്ട്. ഇന്ന് അറിവില്ലാത്ത കാര്യത്തെക്കുറിച്ച് ആത്മാവ് നിനക്ക് അറിവ് തരിക. മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. നിന്റെ കുഞ്ഞിന്റെ ബുദ്ധി എവിടെ കെട്ടിയത്, അത് നിനക്ക് ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്താതെ നിങ്ങളിപ്പോ ഈ കേട്ട സമയത്ത് 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ അത് വെളിപ്പെടത്തില്ല. പക്ഷെ ഇപ്പം മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. നിങ്ങൾ ഇങ്ങനെ ആയിത്തീരാൻ കാരണം നിങ്ങളുടെ കണ്ണിൽ തെളിയാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഉറക്കത്തിലോ സ്വപ്നത്തിലോ പ്രവാചക ശബ്ദത്തിലോ വചനത്തിന്റെ ദൂതിലോ കൃപാവരത്തിലോ നിനക്ക് തന്നെ അത് വെളിപ്പെടും. എത്ര പേരത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഓർത്തോണം, നിനക്കത് വിടുതല. ചിലതൊക്കെ വെളിപ്പെടാൻ പ്രാർത്ഥിയത് നിന്റെ ഭാവിയെ കൃപ 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 ഇച്ചിരൂടെ കഴിയുമ്പോൾ നിനക്ക് ചിലത് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഒരു വെളിപ്പാട് പറയാം. നിന്നെ ഗതി പിടിപ്പിക്കത്തില്ലെന്ന് പറയുന്ന ചില ദുരാത്മാക്കൾക്ക് ഇനിയും നിന്റെ ലൈഫിൽ സ്ഥാനമില്ല എന്ന് ജീസസ് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരിക. ജീസസ് 18 വർഷമായി ഇവളെ ഒരേപോലെ ബന്ധിച്ചേക്കുക. അപ്പോഴും ഇവള് പള്ളി പോകുന്നുണ്ട്, ഇവൾ ആശുപത്രി പോകുന്നുണ്ട്, ഇവർ വൈദ്യനെ കാണുന്നുണ്ട്, പക്ഷേ രോഗം വെളിപ്പെട്ടില്ല. ഈ ദിവസങ്ങൾ ആത്മക്കണ്ണ് തുറന്നാൽ നിന്നെ ദേശത്തിന്റെ നടുവിൽ കുനിയിപ്പിച്ച സ്പിരിറ്റ് ഏതാ, നിന്നെ തലതാഴ്ത്തിച്ച സ്പിരിറ്റ് ഏതാ, അത് ഈ ദിവസം കൃപ 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 കൃപ. ചില പാരമ്പര്യങ്ങൾ പൊട്ടുന്നു. യേശുവിന്റെ നാമത്തില് ലമ്മന, നീ ഏത് രാജ്യത്ത് പോയാലും രക്ഷപ്പെടാത്ത, ഏത് ജോലിക്ക് കയറിയാലും രക്ഷപ്പെടാത്ത, നീ എവിടെ ബിസിനസ് ചെയ്താലും വിജയിക്കാത്ത എന്തോ ഒരു കെട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എല്ലാം തീർത്തച്ച് നിന്നെ ഇന്നിവിടെ യോഗത്തിന് കൊണ്ടിരുത്തിയേക്കുന്നേ കൈയടിച്ചിറങ്ങിപ്പോകാനല്ല. നിനക്ക് ഞാനൊരു ശബ്ദം കേൾക്കുന്നു. ഈ ദിവസങ്ങളിൽ ചിലത് വെളിപ്പെട്ടഴിയണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, ചിലത് വെളിപ്പെട്ടഴിയണം. എത്ര വർഷമായി നിന്റെ കൂടെ കൂടിയിട്ട്, എത്ര വർഷമായി നിന്റെ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ദൈവസാന്നിധ്യം ചിലരെ തൊടുന്നു. അന്ധകാരങ്ങളെ വെട്ടുക. ഞാൻ ഒരു കാര്യം ആത്മാവിൽ പറയാം. ലോർഡ് ലോർഡ് ലോർഡ്, ഇന്ന് ചിലതൊക്കെ വിവേചിക്കപ്പെടും, ചിലതൊക്കെ വെളിപ്പെടും. നിനക്ക് തന്നെ വെളിപ്പെടും, നിന്റെ സന്തതിക്ക് തന്നെ വെളിപ്പെടും. യേശു പറയുക, ഇവളുടെ കൂനിന്റെ പിറകിൽ നിങ്ങൾ കണ്ടെത്തിയതല്ല വിഷയം.
അല്ല, നിന്നെ തീർത്തതിന്റെ പിമ്പിൽ നീ പറഞ്ഞ ബുദ്ധികേടല്ല വിഷയം. അല്ല, എന്തോ ഒരു കാര്യം മറഞ്ഞു കിടപ്പുണ്ട്. അത് ഇന്നത്തെ പ്രാർത്ഥനയിൽ നിനക്ക് തെളിയണം. ഞാനോട് പറയാം, ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മ ബുദ്ധിമണ്ഡലങ്ങളിൽ ചില തിരിച്ചറിവ് ദൈവം തരും. ചില പഴയ സംഭവം നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. ചില വ്യക്തികൾ നിൽക്കും, ചില ശക്തികൾ നിൽക്കും. അതിനർത്ഥം എന്താ? ഇനി അതിനവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൈവാത്മാവ് 18 വർഷം ബന്ധിച്ചിട്ട വിഷയത്തെ കൃപ 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 കൃപ. നിങ്ങൾ എന്നെ നോക്ക്. ഞാൻ ഇച്ചിരി ചോദ്യം ചോദിക്കാം, മറുപടി പറയണം. 18 വർഷം കൂനിയായ അമ്മച്ചി പള്ളി വന്നു. അന്ന് ആ അമ്മച്ചിയുടെ കൂൻ എന്ത് ചെയ്തു? മാറിയോ? എടാ, നിങ്ങൾ മിണ്ടായിരിക്കുന്നേ. നിങ്ങളുടെ ഇരിക്കുന്ന പുസ്തകത്തിലെ കാര്യ മാറിയോ? പിറ്റേ ദിവസം ആ അമ്മച്ചി പള്ളി വന്നത് കൂനിയായിട്ടാണോ കൂനി അല്ലാതാണോ? പറ. ചോദ്യം. യേശുവിന്റെ കണ്ണിൽ അത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിൽ പിറ്റേന്ന് ഇവൾ കൂനിയായി വരേണ്ടവളാ. ഞാൻ വെളിപ്പാട് പറയാം. ഈ വെള്ളിയാഴ്ച എഴുതിയിട്ടു, അടുത്ത നാളെ നീ പള്ളി വരുന്നതിന് മുമ്പേ, നാളെ നീ 10 വർഷം കഴിഞ്ഞ കാര്യമല്ല, ഇന്ന് വെളിപ്പെട്ടാൽ കൃപ കൃപ കൃപ. നോക്കിയേ, 18 വർഷം ഈ അമ്മച്ചിയെ നോക്കി പിള്ളേര് കളിയാക്കി. എന്നാ കളിയാക്കുന്നേ? കൂനി അമ്മച്ചി. എന്തുവാ ഇങ്ങനെ നടക്ക? കൂനി അമ്മച്ചി. അമ്മച്ചിക്കും അറിയാം ഈ കൂന് ഇനിയും പോകുകയല്ലേ. എത്ര കൊല്ലായി? ഞാനൊരു വെളിപ്പാട് പറയാം. നീ പോലും വിചാരിച്ചു വിടുതലാകത്തില്ലെന്ന്. പക്ഷെ ഇന്ന് ചിലത് ദൈവം വെളിപ്പെടുത്തി തരും. ആർക്കും? നിനക്ക്. ഓ ലോർഡ് മനസ്സിലാകുന്ന ചില പ്രോപ്പർട്ടിയെ ദൈവം തൊടും, ചില വീടിനെ ദൈവം തൊടും, ചില വീട്ടുപേരിനെ ദൈവം തൊടും, ചില ശാപങ്ങളെ. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ തന്നെയല്ല ശുശ്രൂഷിക്കുന്നേ, ഇനി നമ്മൾ ഒന്നിച്ച് ശുശ്രൂഷിക്കാൻ പോവാ. ഞാനൊരു ശബ്ദം ദൈവത്തിൽ കേൾക്കുന്നു. എൻ്റെ ജനത്തിന് ഞാൻ വെളിപ്പാടുകളെ തുറന്നു വിടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. 18 വർഷം ഈ അമ്മ പള്ളി വന്നിട്ടുണ്ട്. കൂനിയായിട്ടാ വന്നു. 18 പ്രാവശ്യം ഇവള് ഡോക്ടറെ കണ്ടിട്ടുണ്ട്. ഞാനങ്ങ് പറയുക, അപ്പോഴെല്ലാം ഗുളിക കൊടുത്തു, മാറുന്നില്ല. കാരണം രോഗാത്മാവ് ബന്ധിച്ചാൽ ഗുളിക കഴിച്ചാൽ മാറുകയില്ല. ശ്രദ്ധിക്കണം. യേശു വെളിപ്പെടുത്തി കൊടുക്കുക, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ക്ഷണത്തിൽ അവൾ നിവർന്നു. ഉടനെ അവര് ചോദിച്ചു, ശബത്തിൽ ഇത് ചെയ്യണോ? ഉടനെ യേശു ചോദിക്കാം, 18 സംവത്സരമായി സാത്താൻ ബന്ധിച്ച ഇവിടെ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? യേശുവിന്റെ ഇന്ന് ചിലതിന്റെ ബന്ധനം അഴിച്ചു വിടണം. ഇന്ന് ചിലതിന്റെ കെട്ടുകൾ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾ ഇനി എന്നെ ശ്രദ്ധിച്ചേ. യേശു ഒരിക്കൽ ഗദരദേശത്തേക്ക് യേശു ചെല്ലുക. ഗദരദേശം ഒത്തിരി ഫേമസാ. അതിന്റെ കാരണം അവിടെ ഒരുത്തൻ വസ്ത്രം ധരിക്കാതെ കല്ലറകളിൽ അലറി വിളിക്കുക. അപ്പൊ ആൾക്കാർ പറഞ്ഞു, മെന്റല, നല്ല കുടുംബത്തിൽ പെടുന്നവനാ, മെന്റല, അതിനെ പോകാൻ പറ്റുകയില്ല, അവന് പ്രാന്ത. പക്ഷെ യേശു പറയുക,
ഇത് ഭ്രാന്തല്ല. 6000 ഭൂതങ്ങൾ ഇവന്റെ ശരീരത്തിൽ കുടിയിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് ചിലത് വെളിപ്പെടുത്തിയിട്ടേ പ്രയർ നിർത്തൂ. Glory to God. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, നിന്റെ അകത്തെ കൃപാവരം ജ്വലിക്കണം. എന്റെ കൈവപ്പിനാൽ നിന്നിൽ വ്യാപരിക്കുന്ന കൃപാവരം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. എനിക്കൊരിക്കലും ഒരു അനുഭവം ഉണ്ടായി. ജീസസ്, ഞാൻ വിദേശ രാജ്യത്ത് പോയപ്പം ഒരച്ചായൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അദ്ദേഹത്തെ കടലിൽ ഞാൻ സ്നാനപ്പെടുത്തി. സ്തോത്രം. നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് നിർബന്ധം അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ ചെല്ലണം. അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് സാമ്പത്തിക തകർച്ചയാ. 15 വർഷമായിട്ട് സാമ്പത്തിക തകർച്ചയാ. ഒരു മോനും ഒരു മോളും ഉണ്ട്. എന്നോട് പറയാ, മോൻ അത്ര ഗുണമൊന്നുമല്ല. കള്ളമൊക്കെ പറയും, വേണ്ടി വന്ന ഇച്ചിരി ബിയറൊക്കെ കുടിക്കും, എന്നാലും പള്ളി വരും കേട്ടോ. ഈ അച്ഛൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു പള്ളിയിൽ. ഇവരുടെ അനുഭവത്തിലാ പിടിക്കപ്പെട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എന്തോ ഒരു പ്രശ്നം എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, അച്ഛൻ രക്ഷിക്കപ്പെട്ടല്ലോ, സ്നാനപ്പെട്ടല്ലോ, ഇനി ഇതൊക്കെ മാറും. പുള്ളി നാട്ടിൽ വന്നപ്പോ എന്നെ അവിടെ, സ്തോത്രം, ആ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നപ്പോ ആ വീട്ടിലെ അച്ഛനും അമ്മാമ്മയും മോനും ഉണ്ട്. മോള് കോളേജിൽ പോയേക്കുവാ. സ്തോത്രം. പ്രേയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോള് സ്കൂട്ടർ ഓടിച്ച് വെളി വന്നു. വെളി വന്നിട്ട് ഇവൾക്ക് പാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ജീവനാ, ഭയങ്കര മിടുക്കി കൊച്ച. വെളി വന്നിട്ട് ഇവൾ എന്ത് ചെയ്താൽ സിറ്റ് ഔട്ടിൽ നിന്ന് മുറിയിലോട്ട് കയറത്തില്ല. സിറ്റ് ഔട്ടിൽ നിന്ന് മുറിയിലോട്ട് പപ്പായെന്ന് വിളിച്ചു, ഞാൻ വരത്തില്ല. ആങ്ങളെയെന്ന് വിളിച്ചു, ഞാൻ വരത്തില്ല. അമ്മയെന്ന് വിളിച്ചു, ഞാൻ വരത്തില്ല. ജീസസ്. അപ്പൊ ഇനി എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഒന്ന് വിളിക്കാം. അവരുടെ വീട്ടിൽ അവരുടെ മോള് കയറാൻ പ്രാർത്ഥിക്കാൻ ചെന്നോ ഞാൻ വിളിക്കണോ? ചില അമ്മമാര് പറയും, എൻ്റെ പാസ്റ്ററെ മോൻ കാറലുണ്ടൊന്ന് വിളിക്കാവോ? ഞാൻ പോവുകയില്ല. മുമ്പിൽ വരുന്നവന് പ്രാർത്ഥിക്കാൻ നേരമില്ല, പിന്നെ ഇഷ്ടമില്ലാത്തവന്. അപ്പം ചെവി വന്ന് പറയാ, പാസ്റ്ററെ അവൾ അങ്ങനല്ല, അവളാണ് പാസ്റ്ററെ വരുത്തണമെന്ന് പറഞ്ഞു. എന്താ ഇപ്പൊ കേറാത്തെ? ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് കൊച്ചു താഴെ വീഴും. നിങ്ങൾക്കറിയോ, ആ കൊച്ചിന്റെ ദേഹത്ത് ഒരു 3 ഭൂതങ്ങളുണ്ടായിരുന്നു. ആ സിറ്റ് ഔട്ടിൽ കിടന്ന് അലറി ആ ഭൂതം വിട്ടുപോയി. ആ കൊച്ച് 23 വയസ്സുണ്ട്. കല്യാണം കഴിക്കേണ്ട സമയമായി. ഇപ്പോഴും അവിടെ പഠനം പൂർത്തിയായിട്ടില്ല. എന്നാ ഭൂതം വെളിപ്പെട്ട ആ കൊച്ചിനെ വിട്ടുപോയോ, അന്ന് തൊട്ട് ആ മനുഷ്യനും കുടുംബവും രക്ഷപ്പെട്ടു. ഞാൻ ചില അനുഭവങ്ങൾ തൊടുന്ന എന്തിനാ? ഇന്ന് ചിലത് വെളിപ്പെടണം. എനിക്കല്ല, നിങ്ങൾക്ക്, നിന്റെ തലമുറയുടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ എന്നോട് ദൈവം പറയാം, ആത്മാവിൽ ചിലതൊക്കെ വെളിപ്പെടുത്തും, വെളിപ്പെടുത്തും, വെളിപ്പെടുത്തും. ഈ ദൈവാത്മാവുള്ളവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? വെളിപ്പാടിൽ ഈ വ്യക്തികളുടെ പ്രോബ്ലം കാണാം. സ്തോത്രം. കുഷ്ഠം പിടിച്ചവൻ പ്രവാചകനെ തപ്പിച്ചെന്നപ്പം പ്രവാചകൻ വരവേറ്റ് തലേ കൈവച്ച് ശാസിച്ചില്ല. യോർദാനിൽ ചെന്ന് 7 മുങ്ങി വെച്ച് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അതെന്നാ കാര്യം? മരുന്നിന് തരാൻ കഴിയാത്തത് യോർദാനിലെ വെള്ളത്തിൽ നടക്കും. ഒരാമയും. ഞാനൊരു ദൂത് പറയാം, നിന്റെ വിടുതലിന് ദൈവം ഒരാളെ വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ വെളിപ്പെടുത്താൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കത് വെളിപ്പെടട്ടെ, നിന്റെ സന്തതിക്കത് വെളിപ്പെടട്ടെ. സ്തോത്രം. നോക്കിയേ, യേശു ഗദർദേശത്തേക്ക് ചെല്ലുമ്പം ലോർഡ്
നാട്ടുകാർക്ക് അറിയാവുന്ന ഇവനെ ആരാന്നറിയാമോ? വസ്ത്രമുടുക്കാത്തവൻ, അലറുന്നവൻ, കല്ലുവാരി എറിയുന്നവൻ, തന്നെത്താൻ ചതയ്ക്കുന്നവൻ, കല്ലറയിൽ ഉറങ്ങുന്നവൻ. യേശു പറഞ്ഞു, ഇതല്ല ഇതിന്റെ കാരണം. നിങ്ങൾ അറിയാത്ത 6000 എണ്ണം നിന്റെയും എൻ്റെ കണ്ണിന് മറഞ്ഞ് ഇവനിലുണ്ട്. ആ 6000 ഇളക്കി വിട്ടാൽ ഇവനായി വരും. ഈ ദിവസങ്ങളിൽ വെളിപ്പെടണം. നിന്റെ കണ്ണിന് നിന്റെ വീട്ടിൽ കിടക്കുന്ന ആഭിചാരം വെളിപ്പെടണം. നിന്റെ സന്തതിയെ മുടി കൃപ 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 കൃപ. ഓ, തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ. ഇന്ന് ചിലത് വെളിപ്പെടണം. ഇവിടെ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ നാമത്തില്? എത്ര പേർ ആഗ്രഹിക്കുന്നു? നീ ഇവിടെ പ്രേയറിന് വന്നു, എനിക്കോ കെനസിനോ വെളിപ്പെടണ്ട, നിനക്ക് തന്നെ വെളിപ്പെടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞടെ ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അടുക്കൽ ഒരു ബ്രദർ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ വീട്ടിലെ പ്രോബ്ലം എനിക്ക് വെളിപ്പെട്ടു. പുള്ളി പറയാ, പുള്ളിയുടെ വീട്ടിലെ പ്രോബ്ലം പുള്ളിക്ക് വെളിപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്തുവാ വെളിപ്പെട്ടെ? മൂത്ത മോന്റെ ദേഹത്തൊരു ഭൂതമുണ്ട്. വേണ്ട, മിണ്ടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അവനെ പോലെ ശാന്തൻ വേറെ ആരുമില്ല. ഒരാമയും പറഞ്ഞു തുടങ്ങണം. അങ്ങനെ അവനെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അവൻ്റെ തലേ കഴിവ് ഇളകി താഴെ വീഴാൻ തുടങ്ങി. അപ്പം പറഞ്ഞത് കറക്റ്റാ. ഇന്നലകളിൽ വീണ ഭൂതത്തെ പിടിച്ചോണ്ട് നടന്നവനവൻ, പക്ഷെ അവന്റെ പേരിടുന്ന ഭൂതം ഇളകിയില്ല. ഇന്ന് ഈ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ വെളിപ്പെടാൻ പോവാ. ഓ, ദൈവാത്മാവ് കനിയാൻ പോവാ. ഓ, യേശുവിന്റെ യേശു വന്നിട്ടുണ്ട് എന്നാവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നാവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നാവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. ഈ ദൈവാത്മാവുള്ളവന് ഒരു പ്രത്യേകതയാ. അവന് ചിലത് വെളിപ്പെട്ട് കിട്ടും. നിങ്ങൾ ഒരിക്കലെങ്കിലും കർത്താവെ എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണേ, പിള്ളേരെ അനുഗ്രഹിക്കണേ, സഭയെ അനുഗ്രഹിക്കണേ, നാളത്തെ മീറ്റിനെ അനുഗ്രഹിച്ചെന്നുള്ള ആ കുർസിമാ പ്രാർത്ഥന ഒന്ന് നിർത്തിവെച്ച് എന്നോട് പിണങ്ങരുത്. ചില പദം പറഞ്ഞതിനകത്ത് നീ ഒന്ന് പ്രാർത്ഥിച്ചിരിക്കണം, എനിക്ക് ഇന്ന് അത് വെളിപ്പെടണം. ഓ, എന്നോട് ദൈവം പറയാം, ഈ ദിവസങ്ങളിൽ തന്നെ ചിലത് വെളിപ്പെടും. ഓ, ലാലൂട് ഇങ്ങോട്ട് വരാഞ്ഞിട്ടാണ് വെളിപ്പെടാതിരിക്കുന്നത്. അദ്ദേഹം കൂടെ വരുമ്പോൾ ഇന്ന് ബാക്കി വെളിപ്പെടും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞങ്ങൾ 3 പേരും കൂടെ അതിന് ശുശ്രൂഷിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് ആമി ഉറപ്പുണ്ട്? ഇന്ന് നീ ദൂത് പറയുമ്പോൾ നിന്റെ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കണ്ട് വിശ്വസിക്കത്തക്ക രീതിയിൽ പ്രത്യക്ഷമായ ചിലത്. ഓ യേശു, ഞാൻ വെളിപ്പാടിലാ പറയുന്നേ. ഓ, വർഷങ്ങളായി നിന്നെ ചുറ്റിച്ച വിഷയം, ബന്ധിച്ച വിഷയം, തകർത്ത വിഷയം, ഓ ഹല്ലേലൂയ. ഈ വെളിപ്പാട് നിങ്ങൾ ഈ പഴയ നിയമം കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ധ്യാനിക്കാൻ പോവാം. സ്തോത്രം. നിങ്ങൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, അമ്മി വെളിപ്പെട്ട് കിട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ഉണ്ടോ? ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ആഗ്രഹമുണ്ടോ വെളിപ്പെട്ട് കിട്ടാൻ? ജീസസ് ഇന്ന് വെളിപ്പെട്ട വിടുതല. ഇന്ന് വെളിപ്പെട്ട കഴിഞ്ഞ രാത്രിയിൽ നിന്നെ കുഴപ്പിച്ച വിഷയത്തിന്റെ റൂട്ട് വെളിപ്പെടും. യേശു പറയാ, 18 വർഷം നിന്നെ ബന്ധിച്ച രോഗാത്മാവ്. ഓ ദൈവാത്മാവേ, എത്ര പേര് പറയും ദൈവാത്മാവേ ഒന്ന് ഇറങ്ങി വരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവാത്മാവേ, യേശുവിന്റെ നാമത്തില് എനിക്കെന്തോ ഇവിടെ വെളിപ്പെടുത്തുക. ഈ യോഗത്തിന്റെ ഒടുവിൽ നമ്മൾ ചിലതിനെ ശാസിക്കും, പക്ഷെ ചില ആത്മാവ് ഇന്നോട് വെളിപ്പെട്ടേ പറ്റൂ. യേശു പറഞ്ഞപ്പോൾ 18 വർഷത്തെ രോഗം പൊട്ടിയെങ്കിൽ, യേശു ശാസിച്ചപ്പം 6000 ഭൂതം ഇളകിയെങ്കിൽ, ഇന്നിവിടെ ദൂത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലത് ദൈവാത്മാവേ
കാര്യം പറയും, ഇന്ന് പ്രയർ ഇച്ചിരി നീണ്ടാലും നിന്റെ കണ്ണ് ചില വെളിപ്പാടെ ചെന്ന് മുട്ടും. ലോഡ് പൗലോസിന് അറിയാം, മെലിത്തകിൽ കയറി ഒരു വിറക് കൈനീട്ടി എടുത്താൽ ആ വിറകിന്റെ മാളത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന സർപ്പം ഇന്ന് അതിന്റെ ചലനം അവിടുന്ന് ഉണ്ടാകും. എവിടോ അസാധാരണമായത് എന്തോ. ഞാനിവിടെ കയറിയപ്പോൾ ആദ്യം പ്രാർത്ഥിക്കാൻ നേരത്ത് പറഞ്ഞ പദം മറക്കരുത്. അസാധാരണമായത് എന്തോ, മുമ്പൊരിക്കലും നടന്നിട്ടില്ലാത്തത് എന്തോ. നിങ്ങറിയോ, ഈ നമുക്ക് ഒരിക്കലൊരു കാര്യം വെളിപ്പെട്ട് കിട്ടാനാ പാട്. വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ ആരെങ്ങനെ വിമർശിച്ചാലും എനിക്കൊരു പേടിയില്ല. ഞാൻ ഉള്ള സത്യം പറഞ്ഞത്, എനിക്ക് ഒരു പേടിയില്ല വിമർശനത്തെ ഒന്നും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അമ്മി, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഒരിക്കൽ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ നീ അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്യത്തില്ല. കാരണം ആ വെളിപ്പാടിന്റെ തലം അത്ര ഭയങ്കരമാണ്. ഒരാമയും പറയണം. ഒരുത്തൻ കുറ്റം പറഞ്ഞാൽ നീ പറയല, കാരണം നീ വെളിപ്പാടില്ല. അവന് വെളിപ്പാടില്ല, നിനക്ക് വെളിപ്പാടുണ്ട്. ഓക്കെ, നിങ്ങൾ വെളിപ്പാടുള്ളവന്റെ ഒരു ധൈര്യം എന്താണെന്നറിയാം? വെളിപ്പാടുള്ളവന്റെ ഒരു ധൈര്യം, ഞങ്ങൾ നിങ്ങൾക്ക് പകർന്നു തന്ന ധൈര്യം ഞങ്ങളുടെ ഒരു കഴിവല്ല പറയുന്നേ. അമ്മേ, ആ ധൈര്യം എന്താണെന്നറിയാമോ? ദൈവം ചിലത് നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരിക്കലേ ഈ നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ്, വായിക്കണ്ട, എന്നെ നോക്കിയിരുന്നാൽ മതി, ഒരു സ്വപ്നം കണ്ടു. എന്തോ കണ്ടു? ഒരു സ്വപ്നം. ഈ സ്വപ്നം കണ്ടത് മാത്രമല്ല, പുള്ളി സ്വപ്നം അവൻ മറന്നുപോയി. സ്വപ്നം എന്തോ ചെയ്തു? മറന്നുപോയി. ഈ നമ്മളും ചിലപ്പോൾ ഈ സ്വപ്നം കണ്ട രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏതാണ്ടൊക്കെ കണ്ടു, ചിന്നമ്മ കണ്ടതായിട്ടൊരു ചെറിയൊരു ഓർമ്മയുണ്ട്, നമ്മുടെ പഴയ വണ്ടി ഓർക്കുന്നില്ല. നമ്മൾ കണ്ട പോലെ അല്ല രാജാവ് കണ്ടേ. രാജാവ് സ്വപ്നം കണ്ടേച്ച് രാവിലെ രാജാവ് ഇങ്ങനെ വ്യാകുലപ്പെട്ടേച്ച് മന്ത്രവാദിയും ശകുനവാദിയും ആഭിചാരകം വിളിച്ചു. ഇവർക്കെല്ലാം ശമ്പളം കൊടുത്ത് വളർത്തുക കൊട്ടാരത്തിൽ. ഇവരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, പറയാൻ പറഞ്ഞു. നേരെ അവർ പറഞ്ഞു, സ്വപ്നം പറഞ്ഞാൽ അർത്ഥം പറയാം. രാജാവ് പറഞ്ഞു, മറന്നുപോയി, പറയാൻ പറ്റും. സ്വപ്നവും അർത്ഥവും. ഇത്രയും നാൾ ഇവന്മാര് പ്ലാവ് കാണുമ്പോൾ രാജാവ് തഴയ്ക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ കണ്ടത് പറയാൻ പറ്റുകയില്ല, മറന്നുപോയി. മറന്നു പോയെങ്കിലും കണ്ടതിന്റെ ചെറിയ ഓർമ്മ അകത്ത് കിടപ്പുണ്ട്. ഇനി ഓർമ്മ വരണേ, കണ്ടത് അതുപോലെ രഹസ്യം വെളിപ്പെട്ട ഒരാൾ വരണം. ഒരാമയും വരുന്നില്ല. ഇന്ന് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ പൊക്കിയെടുക്കും ദൈവാത്മാവ്. നീ എന്നൊക്കെ അരവും മുറിയൊക്കെ വെളിപ്പെട്ടതാ ചില കാര്യങ്ങള്, അതെല്ലാം ഇന്ന് ഫുൾഫിൽ ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പം മന്ത്രവാദി ശൗരവാദി എല്ലാം വന്നേച്ച് പറഞ്ഞു, അയ്യോ ഇത് എന്തൊരു കൽപ്പനയാ, ഇങ്ങനെ മുമ്പ് ഒരു രാജാക്കന്മാരും എന്ത് ചെയ്തിട്ടില്ല. ജഡമാസമുള്ള ആർക്കും ഇത്. ഉടനെ രാജാവ് കൽപ്പന ഇട്ടു, ഈ മന്ത്രവാദി ആഭിചാരകൻ ആ കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ട് അവന്മാരെ എല്ലാം തീർത്തേക്കാൻ പറഞ്ഞു. അന്നേരം യഹൂദ ബാലന്മാരെ കയറി പിടിക്കാൻ വന്നപ്പം ഈ പിടിക്കാൻ വന്ന പുള്ളിയോട് ചോദിച്ചു, ഇത്ര കഠിനമായ കൽപ്പന രാജാവിന്ന് വരാൻ കാരണം എന്നാ? അത് രാജാവ് ഒരു സ്വപ്നം കണ്ടു, അത് പറഞ്ഞില്ലേ, എല്ലാവനെയും കഷ്ടമായി മുറിച്ചവന്റെ വീട് കുപ്പക്കുന്നാക്കിയേക്കാനാ രാജകൽപ്പന. നേരെ അവൻ പറഞ്ഞു, രാജാവിനോട് എനിക്ക് മുഖം കാണിക്കണം, എനിക്ക് സമയം തരണം. കണ്ടോ ധൈര്യം, കണ്ടോ? ഒരു രാജാവിനെ ഒന്നിച്ച് നെഞ്ചു വിരിച്ച് പറയുക, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ഒരാമയും പറയണം. നിന്നെ വീട്ടിൽ നിന്ന് ഏകനായി വിളിച്ചത് ഇരുട്ടിൽ കൈയടിക്കാനല്ല, ചില രഹസ്യങ്ങൾ, എന്നോട് ദൈവം പറഞ്ഞു, രഹസ്യങ്ങളുടെ ചുരുൾ അഴിയും. നിന്റെ ലൈഫിൽ വെളിപ്പെട്ട പോരാട്ടങ്ങളുടെ ചുരുൾ. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം,
ഞാൻ ഈ ചർച്ചയിൽ വെച്ച് ഏറ്റവും കൂടുതൽ വെളിപ്പാട് കാണുന്നത് നിങ്ങൾ കൈ ഉയർത്തി ഹാലലിയ പാടുമ്പോഴാണ്. ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ലോർഡ് ആമി, ഇതിനകത്തൂടെ ഒരു മനുഷ്യൻ ഇറങ്ങി നടക്കുക, വെളിച്ചം ആമി ധരിച്ചൊരു മനുഷ്യൻ. പലപ്പോഴും ഞാൻ ഈ കൂടെ ഹാലലിയ പാടി 100 പാട്ട് ഇവർക്ക് അറിയാമല്ലോ. ഇവര് പാടുന്ന പാട്ട് എത്ര മനോഹര, പക്ഷെ അതിന് ഹാലലിയ പാടിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഹാലലിയ പാടുമ്പോ മഞ്ഞ് പെയ്തിറങ്ങുന്ന പോലെ. ആ കൈയൊന്ന് ഉയർത്തി പിടിച്ചേ. ഒരുപക്ഷെ ഇനി അടുത്ത 10-30 മിനിറ്റിനകത്ത് പല വട്ടം ഹല്ലേലൂയ പാടിയെന്നിരിക്കും. പക്ഷെ ആമി, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടും. എൻ്റെ ലൈഫിൽ ഒത്തിരി തടസ്സങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാ തടസ്സങ്ങളും ഇതുപോലെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും വെളിപ്പെട്ടഴിയുമായിരുന്നു. ആമി, ആത്മാവ് പറയാ, ഈ അമ്മ ചിലതൊക്കെ വെളിപ്പെടുത്താൻ പോവാ. നിന്റെ സന്തതി കരഞ്ഞോണ്ട ദൈവത്തിന്റെ അടുക്കൽ വരും. ചിലത് വെളിപ്പെടുത്താൻ പോവാ. നിന്റെ സന്തതിയുടെ ഭാവിയുടെ റൂട്ട്, അതിന്റെ തടസ്സങ്ങൾ ഇന്ന് പൊട്ടണം. ഇങ്ങനെ ഇരുന്നാ പോരാ, നിന്റെ അകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കണം. വെളിപ്പാടുകളുടെ തലങ്ങൾ തുറന്നു വരണം. പ്രവചനാത്മാവ് നിന്റെ മേൽ വരണം. കൃപാവരങ്ങളുടെ ഒഴുക്ക് നിന്റെ മേൽ ഉണ്ടാകണം. നിന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചത് നിന്റെ വീടിന്റെ ഗതികേടിനെ ശാസിക്കാനാ. സത്യം, ഞങ്ങള് പാടാൻ നിയമമുള്ള ഒക്കെ പാടും. കർത്താവിന് സ്വന്തം ഇങ്ങോട്ട് നോക്കിയേ. ദാനിയേല് ദൈവത്തിന് സ്തോത്രം തൻ്റെ 3 സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയറണം, ഞാനും പ്രാർത്ഥിക്കാൻ കയറുക. ഒരു രാജ്യം ഉറ്റിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു രാത്രി കണ്ട സ്വപ്നം വേറൊരുത്തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാൻ. ഞാനൊരു ദൂത് പറയാം, ബൈബിളിൽ പറഞ്ഞതെല്ലാം നിന്റെ ലൈഫിലും സംഭവിക്കട്ടെ. വേദപുസ്തകം പറഞ്ഞതെല്ലാം നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ശൈലി മാറ്റുമോ? നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കണം. ഇതിൻ്റെ ബാക്കി നാളെ വരുന്നുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് പറയുക, ചിലതൊക്കെ വെളിപ്പെട്ടാൽ ഓർത്തോണം, വെളിപ്പെട്ടാൽ ഓർത്തോണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ 6000 ഭൂതത്തെ യേശു ഗദരദേശത്ത് ചെന്ന് കഴിഞ്ഞിട്ടല്ല കണ്ടത്. മർക്കോസ് പറയുന്ന യേശു അവിടെ ചെല്ലുമ്പോൾ ആ ദുർഭൂതം ഈ മനുഷ്യന്റെ ദേഹത്ത് കയറി യേശുവിന്റെ മുമ്പിൽ വന്നു. അതിനർത്ഥം യേശു ഇക്കരെ നിന്ന് അക്കരെ നിൽക്കുന്ന ഭൂതത്തെ ശാസിച്ചിരുന്നു. ഒരു ദൂത് പറയാം, ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് കടലുകൾക്കപ്പുറത്ത് വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ വരെ നിനക്ക് ശാസിക്കാൻ പറ്റും. നിന്റെ സന്തതിയെ ബ്ലോക്ക് ചെയ്ത വെളിപ്പെടണം, നിനക്ക് വെളിപ്പെടണം. ആത്മതല ഒരുങ്ങി വരികയാ. നിന്റെ വീട്ടിലെ പ്രോബ്ലം Hallelujah.
നന്നായിട്ട് എന്നെ ശ്രദ്ധിച്ചേ. ഞാൻ ആ ഒരു ഭാഗം മാത്രമേ പറയത്തുള്ളൂ. പിന്നെ അടുത്തൊരു സെക്ഷനിൽ ബാക്കി ഭാഗം പറയാം. ശ്രദ്ധിക്കണം. ദാനിയേൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോ രാജാവ് കണ്ടു മറന്ന സ്വപ്നം ദാനിയേലിന്റെ മുറിയിൽ വെളിപ്പെട്ടു. ഗ്ലോറി ടു ഗോഡ്. രാജാവിനെ മുഖം കാണിച്ചു. രാജാവ് കണ്ട സ്വപ്നം ദാനിയേൽ അങ്ങോട്ട് വിവരിച്ചു. ദാനിയേൽ പ്രവചനം ഹല്ലേലൂയ 2-ാം അധ്യായം 19-ാം വാക്യം ആദ്യം വായിച്ച്. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. രാജാവ് അരമനയിൽ കണ്ട സ്വപ്നം ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദാനിയേലിന് പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെട്ടു. ഒരു ചോദ്യം, രക്ഷിക്കപ്പെടാത്ത ഒരു രാജാവ് കണ്ട സ്വപ്നം പ്രാർത്ഥിച്ചവന് വെളിപ്പെട്ടെങ്കിൽ നിനക്ക് വെളിപ്പെടേണ്ട സമയം എത്ര കഴിഞ്ഞു? ആ വെളിപ്പെടുത്തി ഒന്നും ഞാൻ വായിക്കുന്നില്ല. 46-ാമത്തെ വാക്യം വായിക്കണം. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. ആര് മുമ്പേ പുള്ളി ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇവനെ എല്ലാം കഷണമായി നുറുക്കി ഇവന്റെ വീട് കുപ്പക്കുന്നാക്കണം. ഇപ്പൊ പറയുക പുള്ളിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണു. അതിന്റെ കാരണം പുള്ളി ബെൻസേ വന്നതല്ല, ഒരു വെളിപ്പാട് പറയാനാ. നീ കണ്ടതിൽ ഏറ്റവും വലുത് വെളിപ്പാടാ. ഇന്ന് സ്വോത്രാച്ച് ഇട്ടില്ലേലും വേണ്ടിയല്ല, നീ ഒരു വെളിപ്പാട് പ്രാപിക്കും കേട്ടോ. ഹല്ലേലൂയ. 46-ാം വാക്യം വായിച്ചേ. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ നമസ്കരിച്ചു. അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും നിങ്ങളുടെ ദൈവം ദൈവാധിദൈവവും രാജാധികർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു. രാജാവ് പേരിടുക, നിന്റെ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യമെന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് ദാനിയേലിനെ മഹാനാക്കി അവൻ അനേകം വലിയ സമ്മാനങ്ങൾ കൊടുത്തു. വെളിപ്പാട് കിട്ടി സമ്മാനം കിട്ടുന്നതിനകത്ത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. വെളിപ്പാടില്ലാത്തവൻ പറയുക വാരുക. എടാ, ഇതാരുടെയും കുടുംബത്തൊത്തല്ല, നീ കുത്തി ഇന്ന് പ്രാവീര്. വെളിപ്പാട് കിട്ടിയപ്പം ആരാ സമ്മാനം കൊടുത്ത? രാജാവ്. സമ്മാനം വാങ്ങിക്കാനായിട്ട് വെളിപ്പാട് ചോദിക്കരുത്. പൗലോസിനെ ഒരിക്കലേ ഇതെവിടെ പ്രസംഗിച്ച് തീർക്കാനാ, തടവ് പുള്ളിയായിട്ട് കപ്പലേ കയറിയപ്പോ ദൂത് പറയുക, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണന് വരെ ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. നമ്മൾ വണ്ടിയിലോട്ട് കയറുന്ന കർത്താവേ, ദൂതന്മാരെ കാത്തോണം, ഓടിക്കാൻ ഡ്രൈവർക്ക് കൃപ കൊടുക്കണം, എതിരെ വരുന്ന വണ്ടിയെ നിയന്ത്രിക്കണം, ഗ്ലോറി വിക്ടറി എന്ന് പറഞ്ഞു പോവാ. വെളിപ്പാടാ പറയും. ഈ തലത്തിലേക്ക് നമ്മൾ വളരണം. പൗലോസ് കൊരിന്തിലെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയോടാ പറയുന്നത്. പക്ഷെ ഈ പൗലോസ് പറഞ്ഞ വെളിപ്പാടൊന്നും കൈക്കൊണ്ടില്ല. കപ്പല് മുന്നോട്ട് പോയപ്പോ ഭയങ്കര കാറ്റ്, ഈശാന മൂലം കൊടുങ്കാറ്റ് ഒക്കെ അടിച്ചപ്പോ അവർക്ക് മനസ്സിലായി പൗലോസ് പറഞ്ഞതാ യാത്ര പോവല്ല. ഇപ്പൊ 14 ദിവസം കൊണ്ട് ഒരെണ്ണം ഒരു ഏത്തക്ക പോലും കഴിച്ചിട്ടില്ല. പണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോ
3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞാൽ ബോംബെ ചെല്ലും. ഇപ്പോഴാ കയറി 2 മണിക്കൂറുണ്ട് ബോംബെ ചെല്ലുന്നത്. എന്നിട്ട് 4 മണിക്കൂറാ ഇവിടുന്ന് ഒരു സാധനം കയറിയ. കൽക്കരി ട്രെയിനൊക്കെ പോകുമ്പം വെളുത്തയാള് ബോംബെ ചെല്ലുമ്പം കറുത്തിറങ്ങും. വെളുത്തയാള് ബോംബെ നിന്ന് കയറിയാൽ കോട്ടയത്ത് വന്ന് കറുത്തിറങ്ങാം. ഈ കരിയെല്ലാം കൂടെ അടിച്ചു പോട്ടെ. അപ്പൊ അന്നേരം കേടാകാതിരിക്കാൻ കൊണ്ടുവന്നതാണ് പകുതി പഴുത്ത ഏത്തക്കായും. 14 ദിവസമായി ഒരെണ്ണം കഴിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുക, പേടിക്കണ്ട, നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും, എടാ നിന്റെ എതിരാളി തല കുത്തി നിന്നിട്ട് നീ ഇന്നലെ രാത്രി രാജകീയമായി ഉറങ്ങിയതിന്റെ രഹസ്യം നീ പ്രാപിച്ച വെളിപ്പാടാണ്. എന്തൊക്കെയോ വെളിപ്പെട്ട് കിട്ടാനുണ്ട്. എന്നോട് ദൈവാത്മാവേ, ഒരുപക്ഷെ ഇന്ന് രാത്രി ആയിരിക്കും, അല്ലെ നാളെ രാവിലെ ആയിരിക്കും, അല്ല ഈ വർഷം തീരുന്നതിന് മുമ്പേ ആയിരിക്കും, നിനക്ക് ചിലത് വെളിപ്പെടും. നിന്റെ സന്തതിയുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്ത ഓ ലോർഡ്, വെളിപ്പെടാൻ ഒരു പ്രവാചകനെ വിളിക്കണ്ട. ബൈബിള് പറഞ്ഞ നിനക്ക് തന്നെ അത് വെളിപ്പെടും. ഹോ, എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, ഈ അരാം രാജാവ് ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നു. നിങ്ങൾ എന്നെ നോക്കി എവിടെ തീരാനായി പുത്തോ? ഉടനെ ഈ ഒരു പ്രവാചകനുണ്ട്. ഏരാ പ്രവാചകൻ? പറ. ഏലിശ. ഇവൻ ഇസ്രായേൽ രാജാവിന് രാവിലെ നമ്മുടെ ഭാഷ പറയാം വാട്സാപ്പ് മെസ്സേജ് അയച്ചു, ശത്രു വരുന്ന ആ വഴി അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണം. ആ വഴി ഇസ്രായേൽ രാജാവിന് പറഞ്ഞു, നീ ആ വഴി ബ്ലോക്ക് ചെയ്തേച്ച് പോയി കിടന്ന് ഉറങ്ങി ഒരു കുഴപ്പമില്ല. ഇവർ ആ വഴി ബ്ലോക്ക് ചെയ്തപ്പോൾ ശത്രു അതിലേ വന്നു. അപ്പൊ അവര് തിരിച്ചുപോയി. പിറ്റേന്ന് രാവിലെ ഇസ്രായേൽ രാജാവിന് അടുത്ത മെസ്സേജാ, ഇന്ന് അപ്പുറത്തെ റൂട്ട് അടച്ചേക്കണം. അരാം സൈന്യം അതിനെ കൂടെ വന്നപ്പോ അത് ബ്ലോക്കാ. രാജാവ് കൊട്ടാരത്തിൽ ചെന്നേച്ച് പറഞ്ഞു, ഇവിടെ ചാരന്മാരുണ്ട്, നമ്മൾ എന്തോ ഇവിടെ പറഞ്ഞാലും അത് അവിടെ അറിയിക്കും. ഉടനെ ഒരാൾ പറഞ്ഞു, രാജാവെ കളി അങ്ങനല്ല, അവന്റെ ദേശത്തൊരു പ്രവാചകനുണ്ട്, നീ ഇവിടെ ആലോചിക്കുന്ന കാര്യം അവൻ അവിടെ പ്രാർത്ഥനയിൽ അറിയാം. മന്ത്രവാദിയുടെ ആലോചനയല്ല ആലോചന, എന്റെ ദൈവം ആലോചനയിൽ വലിയവനാ. ഞാനൊരു ശബ്ദം കേൾക്കുന്നു, ശത്രുവിന്റെ നിഗൂഢ പദ്ധതികൾ ഇന്ന് പൊളിയുന്ന ദിവസമാ. ഓ, നിന്റെ കുടുംബത്തെ ആക്രമിക്കുന്ന റൂട്ടുകൾ, ആഭിചാര കോട്ടകളെ ഇടിക്കുന്ന, മന്ത്രവാദ ശക്തികളെ ഇടിക്കുന്ന, ചില പ്രാക്കുകളെ അഴിക്കുന്ന ഒരഭിഷേകം. അഭിഷേകം, ഒരഭിഷേകം. തോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായിടുമേ. തോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായിടും. മുട്ടോളമല്ല, മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുക കൊതിയായിടുന്നേ. നിങ്ങൾക്കറിയാം, ഈ വാക്യേ എനിക്ക് പ്രസംഗിക്കണമെന്നൊരു കൊതി ഇന്നലെ ഒരു 4 മണിക്ക് കയറിയതാ.
പക്ഷെ ഇതെങ്ങനെയൊക്കെ വായിച്ചിട്ട് എൻ്റെ അകത്ത് ഈ ദൂത് അങ്ങോട്ട് പ്രകാശിക്കുന്നില്ല. ഇന്നലെ ഞാൻ ഒരുപോലെ ഉറങ്ങിയിട്ടില്ല. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാൻ തോന്നില്ല. കാര്യം വചനം റെഡിയായിട്ട് അകത്തുണ്ടേ. അത് ശുശ്രൂഷകന്മാരോട് ചോദിക്കണം. കയറി നിന്ന് എന്തേലുമൊക്കെ പറഞ്ഞ ഗ്ലോറി വിക്ടറി വിടുതലാന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഒരു കാര്യം അങ്ങോട്ട് പിടികിട്ടാതെ വന്ന ഞാൻ ഈ അറിവുള്ളവരെയൊക്കെ വിളിക്കും. വായിക്കാവുന്ന പുസ്തകമൊക്കെ വായിക്കും. ഇന്ന് പുസ്തകം വായിച്ചിട്ട് ആരോട് ചോദിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവിടെ കയറിയപ്പോൾ മൊത്തം മനസ്സിലായി. എന്നോട് ഹോളി സ്പിരിറ്റ് ഒരു കാര്യം ഇവിടെ വെച്ച് നിങ്ങളോട് പറയാൻ പറയുന്നു. ഇതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയാൻ പറയുന്നു. നിന്നെ ഇന്നിവിടെ കൊണ്ടുവന്നത് ചിലതൊക്കെ നിന്റെ കൺമുമ്പിൽ വെളിപ്പെടുത്താനാ. എവിടുന്നൊക്കെയോ ചില കുടുംബങ്ങളെ ചുറ്റി വരിഞ്ഞു കിടക്കുന്ന നാഗശക്തികൾ ചില കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോയേ. നിന്റെ ആരോഗ്യം റിലീസാകും, നിന്റെ സമ്പത്ത് റിലീസാകും, നിന്റെ അഭിഷേകം. പ്രാർത്ഥന യാക്കോബിനെ ഇസ്രായേലാക്കിയത്. പ്രാർത്ഥന യാക്കോബിനെ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. എനിക്ക് മനസ്സ് അത്ര ദൂത് തീർന്നിട്ടൊന്നും നിർത്തുവല്ല. എന്നാലും ഞാൻ നിർത്തുവാ. കാരണം ഇനി ഒരു ആത്മീയ ശുശ്രൂഷയുണ്ട്. വെളിപ്പെടുത്തി തരും ചിലത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എനിക്കിങ്ങനെ ഇരുന്നാ പോരാ. നിങ്ങളാരും പാസ്റ്റർ ആകണമെന്നൊന്നുമില്ല. പക്ഷെ നിനക്ക് ചിലത് വെളിപ്പെടുത്തി തരും. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ഓ ഹല്ലേലൂയ. ചിലതൊക്കെ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. നിന്നെ ഒതുക്കിയിട്ട ശത്രുവിന്റെ നിഗൂഢ പ്രാർത്ഥന ചരിത്രത്തെ മാറ്റട്ടെ. പ്രാർത്ഥന സ്ഥിതിയെ മാറ്റട്ടെ. പ്രാർത്ഥന യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും. ഇടയൻ ചിലരെ ബ്ലോക്ക് ചെയ്ത ചില കൊളുത്ത്. ഞാനൊരു വചനം കൊണ്ട് വെളിപ്പെട്ട് വരിക. വേട്ടക്കാരന്റെ കെണി പൊട്ടി പ്രാണൻ വഴുതി പോരുന്ന പോലെ ഈ ദിവസങ്ങളിൽ കെണി പൊട്ടി ചിലതിൽ നിന്ന് വഴുതി വരും. നിന്റെ വീടിന്മേൽ വിരിച്ചിരിക്കുന്ന വല അഭിഷേകം റിലീസാവുക. അഭിഷേകം ചിലരുടെ മേൽ, ഈ ലൈവിലൂടെ കാണുന്നവരുടെ മേൽ, വീടുകൾ ഇരിക്കുന്നവരുടെ മേൽ, ഇന്ന് വചനം കേൾക്കുന്നവരുടെ മേൽ അഭിഷേകം.
ദൈവം പറഞ്ഞ് എഴുന്നേക്കാൻ പോവാ. നിനക്ക് തന്നെ അറിയാം നിന്നെ ചുറ്റിക്കുന്ന എന്തോ ഒരു കാര്യം. പലര് പ്രാർത്ഥിച്ചു, മാറ്റങ്ങൾ വന്നതല്ലാതെ ആ ഡെലിവറൻസ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഇന്നും നാളെയുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾ അടുത്തിടപെടുകയും ചെയ്യുന്ന ദൈവദാസന്മാരോട് പേഴ്സണലായി പറയണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വെളിപ്പെടും. ചിലരുടെ ഡെലിവറൻസിന് ചിലരുടെ സഹായം വേണം. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ഈ ദിവസങ്ങളിൽ ചിലത് വെളിപ്പെടും. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ അപ്പുറത്താണ് നിന്റെ വീടെങ്കിലും അവിടെ ആ ബ്ലോക്ക് പൊട്ടുന്ന ശബ്ദം മുടങ്ങിക്കിടക്കുന്ന പണി ആരംഭിക്കാൻ പോവാ. സ്റ്റക്കായി കിടക്കുന്ന പ്രോപ്പർട്ടി വിൽക്കാൻ പോവാ. നിന്റെ കൊച്ചിന്റെ ഭാവിയെ ബ്ലോക്ക് ചെയ്തെങ്കിൽ ഇന്നത് ഇന്ന് ഇതിനകത്ത് ഒഴുക്ക് വ്യാപരിക്കണം. നീ മുട്ടോളം പോയാ പോരാ, നീ അരയോളം പോരാ പോയാ, ഇന്നൊന്നും നീന്തിയിട്ടല്ലാതെ മാത്രം പറഞ്ഞ് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവാ. ബെത്സയിദ കുളത്തിന്റെ കരയിൽ കിടക്കുന്നവനെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു ഇവനിവിടെ കിടക്കുന്നതെന്ന് യേശു അറിഞ്ഞു. ദൈവാത്മാവിന്റെ നോട്ടം നിന്റെ മേൽ വന്നാൽ നിന്നെ ഒതുക്കി ഇരുത്തിയ വർഷം വരെ വെളിപ്പെടും. നിന്നെ ബന്ധിച്ചു വെച്ച വർഷം വരെ വെളിപ്പെടും. നിന്നെ ബന്ധിച്ചു വെച്ച മാസം വെളിപ്പെടും. ഇന്ന് ദൈവാത്മാവ് ദൂത് പറയാ, ആർക്കും ചെയ്യാത്തൊരു കാര്യം നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവാ. അവൻ വൻകാര്യങ്ങളെ